അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള ഒരു നയമുണ്ടല്ലോ, ആ നയത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. കുറച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നിൽ നിൽക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപദേശങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആജ്ഞകൾ, ഇതൊക്കെ പൂർണ്ണമായും കൊണ്ട് അത് ഉൾക്കൊള്ളാനും അതിനെ പിന്നിൽ നിന്നും കൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്നവർ മാത്രം ഇതിന് പിന്നിൽ നിന്നാൽ മതി. അല്ലാതെ കുറച്ചങ്ങോട്ട് കുറച്ചിങ്ങോട്ട് അങ്ങനെ പോയിട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സംഘടന അല്ലത്. ഇത് വളരെ വ്യക്തമായ ദീനിൻ്റെ സംഘടനയാണ്, വളരെ പരിശുദ്ധമായ സംഘടനയാണ്. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ് ഈ സംഘടനയ്ക്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ചിലർക്കാരല്ല, അവരൊരു നയമുണ്ട്. ആ നയത്തിൽ നിന്ന് വ്യതിചരിക്കാതെയാണ് ഒന്നും നമ്മൾ ഇതിനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവികരുടെ നയത്തിൽ നിന്ന് നമ്മൾ ഒരു അണിമണി തൂക്കം ഞങ്ങളാരും വ്യതിചലിച്ചിട്ടില്ല. അതുകൊണ്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയുള്ള എല്ലാ തീരുമാനങ്ങൾക്കും ഒരു വ്യക്തിയുടെ എതിർപ്പില്ലാതെ ഞങ്ങൾ എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കുന്നത്. എല്ലാ തീരുമാനങ്ങളും അങ്ങനെ തന്നെ. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഒരു നിൽക്കും അതിനെ എന്തെങ്കിലും നിലയ്ക്ക് വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും നിലക്കുള്ളതായ ഒരു വ്യതിചലനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനെ ഒരു മറ്റൊരു നിലക്ക് അതിനെ ചിത്രീകരിക്കാനോ ആരും മുതിരരുത്. അത് എല്ലാവരുടെ ആ മുതിരുന്നവരുടെ നാശത്തിൻ്റെ തുടക്കമായിരിക്കും അത്.